സിനു, ഈ CPM-കാർ, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ, അവർക്ക് എന്താ പറ്റിയത് ഞാൻ ആലോചിക്കുക. അവർ 2 ടൈമായിട്ട് കേരളം ഭരിക്കുകയല്ലേ. കേരളം ഭരിക്കുന്നവരല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനിട്ട് പാര വെക്കാൻ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ശ്രമിക്കുമോ? ഒരിക്കലുമില്ല. ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കേരള സർക്കാരാണെന്ന് പറയാം. കേരള സർക്കാരിനിട്ട് 8-ന്റെ പണി, പിണറായിക്കിട്ട് 8-ന്റെ പണി കൊടുത്ത് അറിഞ്ഞോ? അങ്ങനെ ഒരു ധൈര്യമുള്ള ഒരാളാണ്. അങ്ങനെ ധൈര്യം ഉണ്ടായി. അവസാനം പിണറായിയുടെ പോലീസ് പൊക്കി. ആള് ചില്ലറ പുള്ളിയൊന്നുമില്ല. ആള് DYFIയുടെ വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ലോക്കൽ കമ്മിറ്റി വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആയുള്ള അദ്ദേഹത്തിന്റെ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട് പാർട്ടി സമ്മേളനം നടക്കുന്ന സമയമാണ്, ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി ലോക്കൽ സമ്മേളനം നടന്നപ്പോൾ ഈ മഹാനായ സഖാവിനെ അദ്ദേഹത്തിന് നല്ല പ്രൊമോഷൻ കൊടുക്കണമെന്ന് കരുതി അദ്ദേഹത്തിന് വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിനെ എന്ത് ചെയ്തു? ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുത്തു. ഇനിയിപ്പോൾ ഏരിയ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി സംസ്ഥാനം തിരിഞ്ഞുപോയി. അങ്ങനെയൊക്കെ വരേണ്ട ആളാണ്. ഭാവിയുടെ വാഗ്ദാനം, കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ചുവന്ന കൊടി ഏറ്റെടുത്ത് ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്താൻ പോകേണ്ടുന്ന ഭാവി തലമുറയാണ്. 38 വയസ്സേ ഉള്ളൂ. പേര് ബൈജു ഖാൻ, സ്ഥലം പുനലൂർ. ഇദ്ദേഹം പുനലൂർ സർക്കാർ ആശുപത്രി കുറിച്ച് പറയുമ്പോണ്ടല്ലോ, പുനലൂർ സർക്കാർ ആശുപത്രി കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ആശുപത്രി എന്ന് പറയുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അവാർഡ് പല പ്രാവശ്യം പുനലൂർ ആശുപത്രി കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ഹൈജീനിക്, ഒരു സ്വകാര്യ ആശുപത്രിയെ വെല്ലുന്ന തരത്തിലുള്ള ശുചിത്വ പ്രവർത്തനവും മാതൃകാ പ്രവർത്തനവും ഒക്കെ ആയിട്ടുള്ള ആശുപത്രി എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആ അവാർഡ് അങ്ങനെയാണ്. പക്ഷേ ആശുപത്രി ഇങ്ങനെയാണ്. അവിടെ ഇംജാതി പാർട്ടികളെയാണ് അവിടെ ജോലിക്കെടുക്കുന്നത് പറഞ്ഞാൽ ആശുപത്രിയുടെ പുറമോടി മാത്രമാണോ ശുചിത്വമുള്ളത് എന്ന് സംശയം വരും. ഇനി സംഭവം പറയാം. ഈ ചെങ്ങായി അവിടെ വാളേക്കോട് സ്കൂളിന് സമീപം, അല്ല ഇയാൾ ആശുപത്രിയിൽ എന്ത് ചെയ്യുകയാണെന്ന്, ലിഫ്റ്റ് ഓപ്പറേറ്റർ. അത് പറഞ്ഞില്ല അല്ലേ? അപ്പോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. വീഴാൻ എളുപ്പമാണ്. അത് ശരിയാണ്. അപ്പോൾ ഈ ചെങ്ങാതിക്ക് തൻ്റെ ജീവിത നിലവാരം താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് കോട്ടയത്താണോ എറണാകുളത്താണോ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തിട്ട് പറഞ്ഞു, പാർട്ടിയിൽ മുഴുവൻ ഇപ്പോൾ ലക്ഷാധിപതികളാണ്, തൊഴിലാളി വർഗ പാർട്ടിയിൽ മുഴുവൻ ലക്ഷാധിപതികളാണ് എന്ന് പ്രസംഗിച്ചതായിട്ട് ഞാൻ കണ്ടു. എങ്ങനെയാണ് ആളുകൾ ഇത്ര കാശുകാരൊക്കെ ആവുന്നത് എന്ന് ഗോവിന്ദൻ തന്നെ ചോദിച്ചു. നിങ്ങൾ ആത്മപരിശോധനയൊക്കെ നടത്തണം എന്ന് ഒരു പ്രസംഗം നടത്തിയിട്ട് പോയി. അത് ഈ ചെവി കൂടെ കയറി അപ്പുറത്തോട് ഇറങ്ങിപ്പോകും. പാർട്ടിയിൽ ഇപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായാലും ഇദ്ദേഹം അവിടെ ഈ വാളക്കോട് സ്കൂളിന് സമീപം TB ജംഗ്ഷനിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരൂടെ ഞാൻ പറയാം, ബൈജു ഖാൻ. മനസ്സിലായല്ലോ? ബൈജു ഖാനാണ്. അപ്പോൾ പാർട്ടിയിൽ ഇപ്പം ഖാൻമാരുടെ വാഴ്ച കേരളത്തിലെ പാർട്ടിയിലേക്ക് വരികയാണെന്ന് പാർട്ടിക്കാർ തന്നെ അടക്കം പറയുന്ന കാലത്ത് സ്വാഭാവികമായും വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റിയിലെത്തും. ഇനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവും, ഏരിയ കമ്മിറ്റി വരും, ഏരിയ സെക്രട്ടറി ആവും, ജില്ലാ സെക്രട്ടറി ഒക്കെ ആവും. ഭാവിയിൽ മരുമോൻ കേരളം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സേനാ വിഭാഗത്തിൻ്റെ തലവന്മാരിൽ ഒരാളായി നിൽക്കേണ്ട ആളാണ് മഹാനായ ബൈജു ഖാൻ. അപ്പം ഭാവി കേരളം മരുമോൻ ഭരിക്കുന്ന ഉറപ്പല്ലേ? പിന്നല്ലേ, ഉറപ്പാണ്. അടുത്ത പ്രാവശ്യം ഭരിച്ചില്ലെങ്കിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി കുറേ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? കള്ളക്കടത്ത്, കള്ളനോട്ട്, സ്ത്രീ പീഡനം. ഇതിൽ ഏതെങ്കിലും കേസിൽ ഒരു പ്രതികളായിട്ടില്ല എന്ന് പറ. ലഹരി കടത്തിയിട്ട് ആലപ്പുഴയിൽ ഒരു ഏരിയ കമ്മിറ്റി മെമ്പറെ വിളിക്കുമ്പോൾ അദ്ദേഹം ചാനലിന് മുന്നിൽ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ എന്നാ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പറഞ്ഞില്ല. ഞാൻ ആദർശ ശുദ്ധിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനിത് ചെയ്യില്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാനത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ല. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അതാണ് കമ്മ്യൂണിസം. ഇനി തീർന്നില്ല ഇന്നത്തെ കമ്മ്യൂണിസം. ഇനി തീർന്നില്ല. ആലപ്പുഴയിൽ ഒരു വനിതാ സഖാവിൻ്റെ നഗ്നചിത്രം ഏരിയ കമ്മിറ്റി മെമ്പർ എടുത്തു. ഏരിയ കമ്മിറ്റി മെമ്പറിനെതിരെ വനിതാ സഖാവ് പരാതി കൊടുത്തു. ഇയാൾ എൻ്റെ നഗ്ന ഫോട്ടോ ഒക്കെ എടുത്തു. നഗ്ന ഫോട്ടോ എടുക്കാൻ ഈ സഖാവ് എന്തിനു നിന്ന് കൊടുത്തു എന്ന് അറിയത്തില്ല. പണ്ട് കമ്മ്യൂണൊക്കെ നടത്തിയ പാർട്ടിയല്ലേ, അതുകൊണ്ട് സ്വാഭാവികമായി നിന്നായിരിക്കും. പക്ഷേ ഇയാൾ അത് വെച്ച് മുതലെടുക്കുമെന്ന് സഖാത്തി ഓർത്ത് കാണത്തില്ല. അപ്പോൾ സഖാത്തി പോയി ഏരിയ കമ്മിറ്റിക്ക് പരാതി കൊടുത്തു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്ക് സഖാവ് എക്സ് ഇങ്ങനെ ചെയ്യുമോ എന്നൊരു സംശയം. അതുകൊണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി പറഞ്ഞു, ഓഫീസ് സെക്രട്ടറി പോയിട്ട് LCD പ്രൊജക്ട് എടുത്തുകൊണ്ട് പറയുന്നത്. എന്നിട്ട് ഏരിയ കമ്മിറ്റിയിലെ 10-25 പൊങ്കുവന്മാർ ഇരുന്നു LCD സ്ക്രീൻ വെച്ചിട്ട് വനിതാ സഖാവിൻ്റെ വിഷ്വൽസ് കണ്ടു നോക്കി ഒറിജിനലാണെന്ന് അറിയാം. എങ്ങനെയുണ്ട്?
അതും നടന്നത് ആലപ്പുഴയിലാണ്. പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, നമ്മളെല്ലാം വായിച്ചതും സംസാരിച്ചതും ഒക്കെയാണ്. ഇതാണ് CPM കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവ പ്രവർത്തനം. അപ്പോൾ അത് പിന്നെ നമ്മുടെ ആർഷോ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കോട്ടയത്തെ വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്നത് അതൊക്കെ വിട്. ഏതായാലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ മിനി പമ്പ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, TB ജംഗ്ഷനെ മിനി പമ്പ എന്നാണ് വിളിക്കുന്നത്. ഈ ശബരിമല മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ നൂറുകണക്കിന് ഭക്തന്മാരാണ് ആ വഴി വരുന്നത്. അതെ, തമിഴ്നാട്ടിൽ ബോർഡർ ആയതുകൊണ്ട് ആ വഴി വരും. അതുപോലെ തൂക്കുപാലമൊക്കെ കഴിഞ്ഞ് പത്തനംതിട്ട വഴി പോകാനായിട്ട് അല്ലേ, ചെങ്കോട്ട വഴി തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ വലിയ പ്രവാഹം ഉണ്ടാവുന്നു. അവിടെ മാത്രമല്ല, അവിടെ ഒരു ശബരിമലയുടെ ഒരു ഭാഗമായ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് പുല്ലൂരിനടുത്ത്. അപ്പോൾ അവിടെ എനിക്ക് ഏറിയ വലിയ പരിചയമില്ല, 1-2 തവണ അതിലേ പോയിട്ടുള്ളൂ. ഏതായാലും അവിടെ ഈ ഉത്സവകാലത്ത് അയ്യപ്പന്മാരുടെ പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി എന്ത് ചെയ്യും, ഒരുപാട് കടകൾ അനുവദിക്കും. 100-150 കടകളൊക്കെ അനുവദിച്ചു കൊടുക്കും. ഈ ഉത്സവ സീസൺ ഇത്രയും ഭയങ്കരമായ ഫ്ലഡ് അയ്യപ്പന്മാർ 100 കണക്കിന് വരുന്ന സമയമല്ലേ. അപ്പം അവർക്ക് അവിടെ ഒന്ന് തങ്ങാനും വിശ്രമിക്കാനും സാധനങ്ങൾ വാങ്ങാനുള്ള കടകൾ, ഹോട്ടലുകൾ, മറ്റ് കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ആ കടകളിൽ 2 കട കിട്ടി. ആർക്ക്? ബൈജുഖാൻ. ഉറപ്പല്ലേ, സഖാവല്ലേ, കിട്ടാതിരിക്കുമോ? സ്വാഭാവികം. പ്രത്യേകിച്ച് ഖാനും കൂടി ആകുമ്പോഴത്തേക്ക് വാപ്പരുടെ പാരമ്പര്യം കൂടി ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹത്തിന് കട കിട്ടി. അദ്ദേഹം 2ലും അദ്ദേഹം ലോട്ടറി കടയാണ് നടത്തിയത്. അപ്പോൾ അയ്യപ്പന്മാർ എന്തൊക്കെയാണ് അയ്യപ്പനെ കാണാൻ പോവാണ്, അവർക്ക് ലോട്ടറി ഒന്ന് അടിച്ചോട്ടെ, ലോട്ടറി അടിച്ച് അവരെ കോടീശ്വരന്മാരാക്കാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഈ സീസണിൽ ബൈജു ഖാൻ അവിടെ ലോട്ടറി കച്ചവടം നടത്തി. ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പക്കൽ 400 രൂപയുടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. 400 രൂപ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ. അതാണ് ഈ കടയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയത്. കാരണം ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരാണല്ലോ. ഇപ്പോൾ ഒരുപാട് പേർക്ക് മറുനാട്ടിൽ നിന്നുള്ളവർക്ക് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണ്, അയ്യപ്പസ്വാമി എങ്ങാനും കടാക്ഷിച്ചാൽ നമുക്ക് ചിലപ്പം 25 കോടിയായിരുന്നു അല്ലേ, 20 കോടിയായിരുന്നു. അത് കിട്ടിയാലോ എന്ന് കരുതി വരുന്ന അയ്യപ്പന്മാരെല്ലാം ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് എടുത്ത് ഒരു ടിക്കറ്റ് വിറ്റാൽ 400 രൂപ കിട്ടും, 10 വിറ്റാൽ 4000 രൂപ കിട്ടും, 100 വിറ്റാൽ 40,000 കിട്ടും അല്ലേ. അതെ, 1000 വിറ്റാലോ 4 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ഈ സീസണിൽ അവിടെ ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബൈജുഖാൻ ലോട്ടറി വിറ്റുകൊണ്ടേയിരുന്നു. അവസാനം ലോട്ടറി വാങ്ങിയ ഒരാൾ പരാതിയായിട്ട് വന്നപ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ഒരു ലോട്ടറി വാങ്ങിയിട്ട് അതിൻ്റെ കളർ പ്രിൻ്റ് എടുക്കും, കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അത് ലോട്ടറിയുടെ വലുപ്പത്തിൽ മുറിച്ച് അത് പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് അയ്യപ്പന്മാർക്ക് വിൽക്കുമായിരുന്നു സഖാവ് ബൈജു ഖാൻ. ഒറ്റ ലോട്ടറി ഒരെണ്ണം 400 രൂപ കൊടുത്ത് ചങ്ങായി വാങ്ങിച്ചു. എന്നിട്ട് 1 രൂപ കൊടുത്തില്ല, 2 കൊടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. വീട്ടിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് മേടിച്ചു 10,000 രൂപ കൊടുത്ത കളർ ഫോട്ടോസ്റ്റാറ്റ്, കളർ പ്രിന്റർ കിട്ടും. എന്നിട്ട് ഇത് ലോട്ടറിയുടെ വലുപ്പത്തിൽ കട്ട് ചെയ്യുക, പ്ലാസ്റ്റിക് എല്ലാം വില കൂടിയ ടിക്കറ്റ് ആയതാണ് പ്ലാസ്റ്റിക് കവറിലല്ലേ കൊടുക്കുന്നത്. കവറിലിട്ടു. ഇനി പിടിച്ചാലും തമിഴന്മാർ അല്ലെങ്കിൽ ആന്ധ്രക്കാർ അയ്യപ്പന്മാരല്ലേ, ആരും ചോദിക്കാൻ പറ്റുന്നില്ലോ. സീസൺ കഴിയുമ്പോൾ ബൈജുഖാന്റെ കട അവിടെ കാണത്തില്ല, സീസണിൽ മാത്രമുള്ള കടയാണല്ലോ. അപ്പൊ പക്ഷെ ഇത് പറ്റിപ്പോയത് നാട്ടുകാരായ ആർക്കോ കിട്ടി ടിക്കറ്റ്. അബദ്ധവശാൽ ടിക്കറ്റ് വാങ്ങിയ നാട്ടുകാരൻ നോക്കിയപ്പോൾ ഈ ടിക്കറ്റ് ഡ്യൂപ്ലി. അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് പുറത്തിറക്കി നോക്കി. പ്ലാസ്റ്റിക് കവറിൽ നടത്തുന്നത് മാത്രമല്ല, ഈ കളർ പ്രിന്റ്, സാധാരണ കളർ പ്രിന്റിൽ എടുത്താൽ വെള്ളം നനഞ്ഞാൽ പ്രിന്റ് മഷി ഇളകി പോകും. അങ്ങനെ വല്ലതും സംഭവിച്ചു കാണും. പോക്കറ്റ് ഇട്ട് ചിലപ്പോൾ വിയർത്താലോ ഒക്കെ പോയി കാണും. അപ്പോൾ എടുത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലോട്ടറിയുടെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളമായി. ചിലപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതുവരെ ഭദ്രമായിട്ട് എവിടെയെങ്കിലും വെച്ചിരുന്ന ടിക്കറ്റ് പിന്നെ നോക്കുമ്പോൾ നനഞ്ഞു കാണും. നനഞ്ഞ് മഷി ഇളകിയപ്പോഴാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു കേസ് വന്നു. ഈ സംഭവം വരെയൊക്കെ ശരിയാണ്. പക്ഷേ ഇതെങ്ങനെയാണ് പിണറായി വിജയനെതിരെ അല്ലെ കേരള സർക്കാരിനെതിരെയുള്ള കേസ് എന്നൊക്കെ പറയുന്നത്? ഉറപ്പായിട്ടും അത് സിനിമ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സർക്കാർ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചെലവ്, സർക്കാരിൻ്റെ വരുമാനത്തിൽ മഹാഭൂരിപക്ഷം ചെലവഴിക്കുന്നത് ശമ്പളവും പെൻഷൻ കൊടുക്കാനാണല്ലോ. അതെ. വരുമാനം എന്താ? കേരളത്തിൽ എന്ത് വ്യവസായമുള്ളത് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാൻ? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ലോട്ടറി ഒന്നാമത്തെ വരുമാനമാണല്ലോ. അതെ. രണ്ടാമത്തത് പെട്രോളിൻ്റെ ടാക്സ്, മൂന്നാമത്തെ കള്ള് കച്ചവടം. 50 രൂപയ്ക്കുള്ള കള്ളിന് മദ്യത്തിന് 500 രൂപ വിലയിട്ട് അവിടെ വിൽക്കുന്നത് ആണല്ലോ. അതെ. അപ്പോൾ അതിനകത്തും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായ ലോട്ടറിയുടെ പള്ളക്കല്ലേ ഇവൻ കുത്തിയത്? അതെ. അപ്പോൾ പിന്നെ ഈ ഒന്ന് നോക്കൂ, ഒരു ടിക്കറ്റിന് 400 രൂപ. ഇവനത് പല സീരീസിലുള്ള ഒരു 5-6 ടിക്കറ്റ് മേടിച്ചു, എല്ലാ സീരീസിൽ നിന്നും ഓരോ ടിക്കറ്റ് ഇവൻ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. എന്നിട്ട് അതിൻ്റെയൊക്കെ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കവറിനകത്തിട്ട് വെച്ചു. കവറിനകത്ത് കിടക്കുന്ന ടിക്കറ്റ് ആരും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നില്ല, കവറിനകത്ത് എടുക്കത്ത് പോലും ഇല്ല. ഭദ്രമായി അടിച്ചാൽ 20 കോടിയാണ്. അതുകൊണ്ട് ഭദ്രമായി വെക്കും. ഈ ടിക്കറ്റ് 10 സീരീസ് ഉണ്ട്, 10 സീരീസിൽ ഇവൻ 4000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കൂട്ടുക. ഒരു ലോട്ടറി ഏജൻസി ഉണ്ടെങ്കിൽ ആ കമ്മീഷൻ കഴിച്ചാൽ കിട്ടുന്നത്. അങ്ങനെ അത്രയും ടിക്കറ്റ്, ഒരു 10 ടിക്കറ്റ് മേടിച്ച് വെച്ച് 10 സീരീസിൽ പ്രിൻ്റ് എടുത്ത് അവിടെ വെച്ചിരിക്കുക. മേടിക്കാൻ വരുന്നവർ
ടിക്കറ്റൊന്നും അങ്ങനെ സീരീസ് നമ്പറൊന്നും എടുക്കുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പന്മാർ അവർ യാത്രക്കിടെ വാങ്ങുന്നതാണ്. അതെ അല്ലേ? അപ്പോൾ ഒരു ടിക്കറ്റ് വിറ്റാൽ അവന് 400 കിട്ടും. നേരത്തെ പറഞ്ഞു 10 എണ്ണം വിറ്റാൽ 4000, 100 എണ്ണം വിറ്റാൽ 40,000, 1000 എണ്ണം വിറ്റാലോ 4 ലക്ഷം. ഈ സീസണിൽ ഇവൻ എത്ര ടിക്കറ്റ് വിറ്റ് കാണും? കണക്കില്ലാത്ത വിറ്റാണ്. അപ്പോൾ ഇത് നേരത്തെ ആണെങ്കിൽ സർക്കാരിൻ്റെ ടിക്കറ്റ് ആണെങ്കിൽ ഇവന് കമ്മീഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതിൻ്റെ മഹാഭൂരിപക്ഷം 80% അല്ലെ 75% സർക്കാരിലേക്ക് പോകുമായിരുന്നു. അതിലൊരു ചെറിയ ശതമാനം കമ്മീഷനെ കിട്ടത്തുള്ളൂ. ഈ കാശ് മുഴുവൻ ഇവൻ അടിച്ചെടുത്തു. ഇതുപോലെ എത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ കേരളത്തിൽ ലോട്ടറി കച്ചവടം നടത്തുന്നുണ്ടാവും? അപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പോകേണ്ട കാശല്ലേ ഇവൻ അടിച്ചു മാറ്റിയത്? അതെ. ഒരു സീസൺ കാലത്ത്, മണ്ഡലകാലത്ത്, ഒരു സീസൺ കാലത്ത് ഇവനൊരു 10,000 ടിക്കറ്റ് വിറ്റാൽ അവന് 40 ലക്ഷം രൂപ കിട്ടും. 10,000 അയ്യപ്പന്മാരല്ല വഴി പോകുന്നത്. അപ്പോൾ എത്ര ടിക്കറ്റ് വിറ്റിട്ടുണ്ട്? കാരണം അവർ സംസ്ഥാനം വിട്ടുപോയി. അവരിനിയിപ്പം ഒരു 400 രൂപ പോയി എന്നും പറഞ്ഞ് ആന്ധ്രയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ വരുന്ന അയ്യപ്പന്മാർ പുനലൂർ വന്നിട്ട് TB ജംഗ്ഷനിൽ വന്നിട്ട് മിനിപ്പമ്പയിൽ വന്ന് അല്ലെങ്കിൽ പമ്പ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല. കൊണ്ടുപോയില്ല. അങ്ങനെ പോയവർക്ക് കാശ് പോയി. ഇവിടെ ഏതോ വേറെ സ്റ്റേറ്റിൽ നിന്ന് വരുന്നവർ തിരിച്ചിങ്ങോട്ട് വരാനുള്ള സമയമൊന്നുമില്ല. അവർ എന്തായാലും അവരത് ചെയ്യുന്നില്ല. അപ്പോൾ ബൈജു ഖാനെ സംബന്ധിച്ച് TB ജംഗ്ഷനിൽ ഈ കച്ചവടം നടത്തി കിട്ടിയ കാശ് മുഴുവൻ പമ്പ, മിനി പമ്പ എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത്. മിനി പമ്പയിൽ നിന്ന് കിട്ടിയ പൈസ മുഴുവൻ ആർക്ക് സ്വന്തം? ബൈജു ഖാൻ. ആർക്ക് കിട്ടേണ്ട കാശാണ്? സർക്കാരിന് കിട്ടുന്നത്. ഏത് സർക്കാരിന്? ഇടത് സർക്കാരിന്, പിണറായി സർക്കാരിന്. പിണറായി സർക്കാർ ഇവന്റെ ആരാ? ലോക്കൽ കമ്മിറ്റി മെമ്പറിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലേ? അതെ. അപ്പൊ ആർക്കിട്ടാണ് പണത്? പിണറായിക്കിട്ടാണ് പണത്. അപ്പോൾ പണിത് ലോക്കൽ കമ്മിറ്റിന്നാണ്. ലോക്കൽ കമ്മിറ്റി. അപ്പോൾ ലോക്കൽ കമ്മിറ്റി മെമ്പർ പിണറായിക്കിട്ട് പണി വെച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാണോ? ഒരു തെറ്റുമില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ പണ്ടെങ്ങാണ്ടോ തൃശ്ശൂരിൽ നിന്ന് ഏതോ ഒരു കള്ളനോട്ട് കേസ്, ഇതുപോലെ കള്ളനോട്ടടിച്ചു എന്ന് പറഞ്ഞ കേസിൽ പിടിച്ചു. അതിലെന്തോ യുവമോർച്ചയുടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഇവിടെ സുഡാപ്പികളും ഇടതുപക്ഷക്കാരും മുഴുവൻ പറയുന്നത് തൃശ്ശൂരിൽ BJPയുടെ ആഫീസിൽ കള്ളനോട്ടടിക്കുന്ന യന്ത്രമുണ്ടെന്ന് കാമ്പയിൻ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ CPMൻ്റെ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം വ്യാജ ലോട്ടറി അടിക്കുന്ന മെഷീനുണ്ടോ? അല്ല, നിങ്ങളിപ്പോൾ ഒരുത്തനൊരു കുറ്റം ചെയ്താൽ അത് പാർട്ടിയെ മൊത്തം ആക്ഷേപിക്കരുതെന്ന് പറയാം, ന്യായമാണ്. നമ്മളിങ്ങനെ ഒരു ബൈജു ഖാൻ ചെയ്ത കുറ്റത്തിന് CPMനെ ആക്ഷേപിക്കാൻ പാടില്ല, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും 1% മോശപ്പെട്ട ആളുകളുണ്ടാവാം. അവർ പലതരം കുറ്റകൃത്യങ്ങൾ, സ്ത്രീപീഡനം നടത്താം, ബാലപീഡനം നടത്താം, കള്ളനോട്ടടിക്കാം, കള്ളലോട്ടറി അടിക്കാം, കള്ളവാറ്റ് നടത്താം, ഒക്കെ ചെയ്യാം. അത് രാഷ്ട്രീയമല്ല, അവൻ്റെ ഉള്ളിലുള്ള ക്രിമിനൽ വാസനയാണ്. പക്ഷേ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പെടാത്ത ഒരാൾ ചെയ്താൽ അത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവമാണെന്ന് പറഞ്ഞ് കാമ്പയിൻ നടത്തുന്നവരാ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ബൈജു ഖാൻ ചെയ്തത് CPMൻ്റെ മാർക്സിസ്റ്റുകളുടെ പരിപാടിയാണെന്ന് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ എനിക്ക് ഖേദമുണ്ട്. കാരണം CPMൽ ഒരുപാട് ആദർശ ശുദ്ധിയുള്ള നേതാക്കന്മാർ താഴെത്തട്ടിൽ വരെ ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ നാട്ടിലൊക്കെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. എനിക്കറിയാം, ഉദയനാപുരം പഞ്ചായത്ത്, എൻ്റെ നാട്ടിലെ പഞ്ചായത്ത്, അവിടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, നാട്ടുകാർക്കറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാൻ പോയി. വെള്ളപ്പൊക്ക സമയമാണ്. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിപ്പോയി. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കട്ടിലില്ലാത്തതുകൊണ്ട് നിലത്ത് 4 ഇഷ്ടിക വെച്ചിട്ട് അതിൽ പലക വിരിച്ചിട്ട് ഈ മനുഷ്യൻ കിടക്കുക. ഞാൻ കേട്ടിട്ടുണ്ട്. വാസുദേവൻ എന്ന് പറയുന്ന ഒരു CPMൻ്റെ നേതാവായിരുന്നു. ഉദയനാപുരം പഞ്ചായത്തിലെ വൈക്കം താലൂക്കിൽ ഉദയനാപുരം പഞ്ചായത്തിലെ പുത്തൻപാലം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പലരോടും പറഞ്ഞാൽ ഒരു കട്ടിൽ മേടിക്കാൻ നിവൃത്തിയില്ലാത്ത CPM നേതാവ്. അദ്ദേഹത്തിൻ്റെ കുട്ടി ഒരിക്കൽ വെള്ളത്തിൽ വീണു. ഇദ്ദേഹം ഒരു സ്ഥലത്ത് വേറെ എവിടെയോ പാർട്ടിയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരോ വന്നു, അന്ന് ടെലഫോൺ പോലും ഇല്ല, ആരോ വന്നിട്ട് അറിയിച്ചു, അങ്ങയുടെ കുട്ടി വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു. സാധാരണ ഇതിലുള്ള അപ്പോൾ തന്നെ എണീറ്റ് വീട്ടിലിട്ടുള്ളൂ. പുള്ളി ഒരു പാർട്ടി ചുമതലപ്പെടുത്തി യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പുള്ളി ചോദിച്ചു, എത്ര മണിക്കൂറായി? 3-4 മണിക്കൂറായി, കിട്ടിയിട്ടില്ല. ഇപ്പം ഞാൻ ഓടിപ്പോയിട്ടും കാര്യമില്ല. ഞാനിപ്പോൾ ഈ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഇവിടെ എന്നെ ഏൽപ്പിച്ച ചുമതലയും നടക്കാതെ പോകും, രണ്ടും നടക്കത്തില്ല. അതുകൊണ്ട് മീറ്റിംഗ് കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആധുനിക കാലത്തും, ഇതൊരു 10-20 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. എൻ്റെ നാട്ടിൽ 20-25 വർഷം മുമ്പായിരിക്കും. അങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. ആ പാർട്ടിയാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വൈകൃതമായ സ്വന്തം സ്വഭാവം പുറത്ത് കാട്ടുന്നത്. കാരണം നമ്മൾ ഈ പാർട്ടിയുടെ
വികൃതമായ മുഖം അറിയാതിരുന്നത് ഇങ്ങനെ ആദർശനിഷ്ഠയുള്ള കുറേ നേതാക്കന്മാരുണ്ടായിരുന്നുകൊണ്ടാണ്. അത്തരക്കാരുടെ കാലം കഴിയുന്നതോടുകൂടി ബാക്കിയാവുന്നത് ബൈജു ഖാൻ മാത്രമാണ്. മാത്രമല്ല, ബൈജു ഖാൻ എന്നൂടെ ഓർക്കണം, CPM-ലേക്ക് പുത്തൻകുറ്റുകാരായി വന്നു ചേർന്നിരിക്കുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം. ഇപ്പോൾ ചില പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ CPM-ലേക്ക് മാമോദീസ മുക്കി വന്നു കയറിയിട്ടുണ്ട്. അവരാണ് ഞാൻ ദീനിയായ 5 നേരം നിസ്കരിക്കുന്ന ആളാണെന്നൊക്കെ പറയുന്നത്. അതുപോലെയുള്ള ആളുകൾ ഈ പാർട്ടിയെ വന്ന് വാരി വിഴുങ്ങിയിരിക്കുക. കേരളത്തിലെ ഏതാണ്ട് 5 ജില്ലകൾ ഒഴിച്ചാൽ 9 ജില്ലകളിലും CPM-നെ നയിക്കുന്നത് ആരാണെന്ന് കണക്കെടുത്ത് നോക്കണം. CPM അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. CPM-ൻ്റെ കയ്യിൽ, CPM-ൻ്റെ നേതൃത്വം, CPM എന്ന പാർട്ടിയെ ഈ ചില ഖാൻ മാർക്കറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഖാൻമാരുടെ കയ്യിലേക്ക്, ബൈജു ഖാൻമാരുടെ കയ്യിലേക്ക് ഈ പാർട്ടി ചെന്നു വീണിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസിക് ഉദാഹരണമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ, ആകെയുള്ള സമ്പദ്ഘടന ഇത് വിറ്റിട്ടുള്ള സാധനമാണ്. അതിനെപ്പോലും അട്ടിമറിച്ച് പിണറായിയെപ്പോലും തോൽപ്പിക്കാൻ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ തയ്യാറായി വന്നിരിക്കുന്നത്. പാർട്ടി അയാൾക്ക് എന്തെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്തു? 2 കട അനുവദിച്ചു കൊടുത്തു അല്ലേ? അതെ. അവിടുത്തെ പുനലൂർ ആശുപത്രിയിൽ ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ട് ജോലിയും കൊടുത്തു. എന്നിട്ടാണ് സ്വന്തം പാർട്ടിയുടെ സർക്കാരിനിട്ട് പാര വെക്കുന്ന പരിപാടിയായിട്ട് ഇയാൾ ഇറങ്ങിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.